ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം. പോസിറ്റീവായിട്ടിരിക്കാം. ഞാനിവിടെ 3 പൈല് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു പൈല് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ പൈലായിട്ട് നിങ്ങൾക്ക് നോക്കാം. ഞാനിവിടെ 10 ഓഫ് പെൻഡിക്കിൾസ്, വീൽ ഓഫ് ഫോർച്യൂണ്, പേജ് ഓഫ് ഷോർട്സ് ആണ്. ഇവിടെ 3 പൈലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പൈലാണോ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് ഏതാണോ നന്നായിട്ടിരുന്ന് ആലോചിച്ചിട്ട് ഒരു പൈല് സെലക്ട് ചെയ്യാം കേട്ടോ. 3 എണ്ണത്തിൽ ഒരു പൈല് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഫയൽ 1, അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്താണ് യൂണിവേഴ്സ്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്താണ്? 2 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ്, ഡെവൽ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി ഫയൽ 2 സെലക്ട് ചെയ്തവരുടേത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി 3-ാമത്തെ പൈല് സെലക്ട് ചെയ്തവരുടേത് നമുക്കൊന്ന് നോക്കാം. എന്താണ് യൂണിവേഴ്സ്? അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. 3 ഓഫ് കപ്സ് ആണ്, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫീലിങ്സ് നോക്കാം കേട്ടോ. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. ഫയൽ 1-ൻ്റേത് നോക്കാം നമുക്ക്. ഡബിളാണ് വന്നിരിക്കുന്നത് കേട്ടോ. 1. ഫയൽ 2 ഏസോ വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫയൽ 3-ൻ്റെ നോക്കാം. 10 ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നോക്കിയപ്പോൾ 10 ഓഫ് പെൻഡിക്കിൾസ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരത് 10 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അടുത്തവരാണ്. അത്രത്തോളം നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനാണ്. ഒരു ഫാമിലി പോലെ പോയിരുന്ന ഒരു കണക്ഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ അടങ്ങിയ ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ആയിരിക്കണം. ഒരു ഫാമിലി എങ്ങനെയാണോ ഒരു ഹസ്ബൻഡ് വൈഫ് ഒക്കെയുള്ള അവരെ പോലെ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫായിട്ടായിരിക്കണം നിങ്ങൾ അവരെ കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ ആയി തീരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ അവരുടെ കറൻറ്റ് എനർജി നോക്കിയപ്പോൾ നമുക്ക് കാണുന്നത് അവർ 2 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലൊക്കെയാണ് അവർ ഇപ്പോൾ ഉള്ളത്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനം എടുക്കണമെന്നോ ഒന്നും
പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് ഒരു വിധിക്ക് എന്താ പറയുക, ഒരു വിധിക്ക് വിട്ടുകൊടുത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ വിധി തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഡിവോഴ്സ് കേസിലേക്ക് എത്തി നിൽക്കപ്പെട്ട ഒരു ബന്ധമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയോ അവരെ ഒരു ബ്ലാക്ക് മാജിക്കിലൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കാരണം 2 പേർക്കും ഇതിനകത്ത് പരസ്പരം ഒന്നിക്കാൻ പറ്റുന്നില്ല. ഒരുമിക്കുമ്പോഴും നിങ്ങളെ തമ്മിൽ എന്തോ അകറ്റുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാണ് കാണുന്നത്. ഒരിക്കലും 2 പേർക്കും ഒരുമിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നിങ്ങൾ നോക്കുന്നുണ്ട് ഒരുമിക്കാൻ 2 പേരും, പക്ഷേ 2 പേർക്കും ഈ ഒരു കണക്ഷനിൽ നിൽക്കാൻ സാധിക്കാത്തത് പോലെയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്തും ഡബിൾ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം, പക്ഷേ എന്തോ അവരെ തടഞ്ഞു നിർത്തുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ബ്ലാക്ക് എനർജി അതിൽ അകപ്പെട്ടതുപോലെ. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് അവർക്ക് അത്രത്തോളം എന്താ പറയുക, ഒരു ഡബിളാണ്. അവർ ഏതോ ഒരു ബ്ലാക്ക് എനർജി വന്ന് പെട്ടതുകൊണ്ട് തന്നെ ഒരു ഫീലിങ്സും അവർക്ക് ഈ ഒരു സമയത്ത് തോന്നാത്ത വിധത്തിലൊക്കെയാണ് ഉള്ളത്. ഇടയ്ക്ക് തോന്നും, ഇടയ്ക്ക് ഒട്ടും തോന്നുന്നില്ല. അങ്ങനെ ഒരു കണ്ണ് കെട്ടിയൊരു അവസ്ഥയിലേക്കൂടെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറയുന്നത്. നിങ്ങൾക്കും പലവട്ടം തോന്നിയിട്ടുണ്ടാവാം. കാരണം നിങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും എന്തൊക്കെയോ തരത്തിൽ അവർ 2 പേരും വഴക്കുണ്ടാക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാത്തൊരവസ്ഥയിലൊക്കെ പോകുന്നുണ്ടാവാം. എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി കേൾക്കാത്തൊരവസ്ഥ. ഇതിനകത്ത് ശരിക്കും സഹികെട്ടൊരവസ്ഥ നിങ്ങൾക്കും ഫീൽ ചെയ്യാം. വേണ്ടായിരുന്നു, ഒരു ട്രാപ്പിനകത്ത് പെട്ടുപോയൊരവസ്ഥ എന്നൊക്കെ നിങ്ങൾക്കും ഫീൽ ചെയ്യാം. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം. പക്ഷേ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, ആളെ എന്തൊക്കെയോ ദുഷ്ടശക്തികൾ ആളെ വലിച്ചെടുക്കുന്നത് പോലെയാണ് ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതാ ഒരു കണ്ണ് കെട്ടിയൊരു അവസ്ഥ, എന്തൊക്കെയോ ചെയ്തു വെച്ചതിൻ്റെ ഫലം. കാരണം ഇതുപോലെ ആയിരുന്നില്ല നിങ്ങൾ മുമ്പുണ്ടായിരുന്നത്. അത്ര നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷൻ പെട്ടെന്നായിരിക്കണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇതിൽ തേർഡ് പാർട്ടി ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചില പേരുടെ കുറച്ചൊരു 10% പേരുടെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഏതോ ഒരു വ്യക്തിയുടെ അഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രലോഭനത്തിലൊക്കെ വീണു പോയതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു ശതമാനം ആൾക്കാർക്കാണ് അത് അങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളതെന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. പക്ഷെ നിങ്ങളായാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. 2 പേർക്കും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് അതുപോലെ ആയിരുന്നു നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോയിരുന്നത്. നല്ലൊരു സോൾമേറ്റ് പോലെ നിങ്ങൾ പോയിരുന്ന ഒരു കാർമിക്ക് പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ 2 പേർക്കും ഒത്തുചേരാൻ പറ്റാത്ത വിധത്തിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് കാണുന്നത്. 2 പേർക്കും ഒരു സഹികെട്ടൊരവസ്ഥ. പക്ഷെ ഇത് മാറണമെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മാജിക്കൽ എനർജിയുടെ അഭാവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങളെ പിന്തുടരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭാവം കുറയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ശരിയാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്നതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു പ്രശ്നം അത് മാറാൻ യൂണിവേഴ്സ് ഇടപെട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് എന്തായാലും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 1ാമത്തെ പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണിത്. ഇനി 2ാമത്തെ പൈല് നമുക്കിവിടെ കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസാണ്. പിന്നെ വന്നിരിക്കുന്നത് മൂൺ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ടുണ്ട് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതേപോലെ ഫീലിങ്സ് നോക്കുന്ന സമയത്തും ഏസ് ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ വ്യക്തി ഒരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒത്തിരി ഫീലിങ്സ് നിങ്ങളോട് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷേ ഇവിടെ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് 2ാമത്തെ പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ കാണുന്നത്. അതാണ് നിങ്ങളുടെ ഇത്രയും കാലം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നടക്കൂ എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. കാരണം സമയം അനുകൂലമായി വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് 2ാമത്തെ പൈലിൽ കിട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു മൂണുണ്ട്.
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തടസ്സങ്ങളായിരുന്നു. കാരണം പല മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളുണ്ടാവാം ഇതിനകത്ത്. അല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും തടസ്സങ്ങളായിരുന്നു. വലിയ തടസ്സമായിട്ടൊക്കെ ആയിരുന്നു ഇത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് ആൾ ഇപ്പോൾ മുന്നിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവുമില്ല. ഇപ്പോഴും നിങ്ങളോട് ഫീലിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് ഏസ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. ഒരുപാട് മനസ്സറിഞ്ഞാണ് ആൾ നിങ്ങളെ പ്രണയിക്കുന്നത്. അതുപോലെ നിങ്ങളെ ഒരിക്കലും ഒരു പുതിയൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പുതിയൊരു മനുഷ്യനായി മാറണം, അല്ലെങ്കിൽ പുതിയൊരു സ്നേഹം നിങ്ങൾക്ക് പകർന്നു തരണമെന്നും ആൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. യെസ് ഓഫ് വാൺസ് ആണ് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് കേട്ടോ. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ജസ്റ്റിസാണ്, നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നതിന് ഫലമുണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് രണ്ടാമത്തെ പൈലുകാർക്ക് വേണ്ടി നമുക്കിവിടെ തരാനുള്ളത്. ഇനി മൂന്നാമത്തെ പൈല് പേജ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫീലിങ്സ് നോക്കിയപ്പോൾ 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭാരപ്പെട്ട, അതായത് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്തെല്ലാം ഈ ഒരു വ്യക്തി വളരെ എന്താ പറയുക, അവർക്ക് ഇങ്ങനെ ഒരു തരം ഭാരം പോലെ പലപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു തരത്തിലും നിങ്ങൾക്ക് നീതി തരാത്ത, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു സ്നേഹവും പരിഗണനയൊന്നും തരാത്തൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ വ്യക്തിക്ക് അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോൾ വിളിക്കുന്നവരായിരിക്കാം, എല്ലാം ശല്യം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പലപ്പോഴും ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ശല്യമാണ്, ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്കൊരു പരിഗണന സ്നേഹമൊന്നും തരാതെ പോയിരുന്നൊരു കണക്ഷൻ ആയിരിക്കണം ഇത്. കാരണം ഇവിടെ ഫീലിങ്സ് നോക്കുമ്പോഴും 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു വളരെ എന്താ പറയുക, ഭാരം തോന്നുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ വ്യക്തി അങ്ങനെയാണ്. നിങ്ങളെ ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്ക് വളരെ ഭാരം പോലെ തോന്നുന്ന ആളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് വന്നത്. അപ്പോൾ ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ അതിലൊരു മാറ്റം ഈ വ്യക്തിക്ക് വരുന്നു. അതാണ് 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അവർക്കൊരു മാറ്റം, ഒരു നല്ലൊരു എന്താ പറയുക, ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരാൻ തുടങ്ങി നിങ്ങളെക്കുറിച്ച്. കാരണം നിങ്ങൾ അങ്ങനെ ആയിരുന്നു. ഇത്രയും നാൾ നിങ്ങളുടെ വിളി അവർക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് തർക്കുത്തരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ കണക്ഷനെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിന് ഇപ്പോൾ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ കടന്നു പോയ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇതിലൊരു മാറ്റം വരാൻ പോകുന്നു. ഇതിലൊരു റീയൂണിയൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റീയൂണിയൻ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയാണെങ്കിൽ കൂട്ടുകെട്ട് ഇവിടെ കാണുന്നുണ്ട്. മോശം കൂട്ടുകെട്ടിലേക്ക് പെട്ടുപോയ ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു മാറ്റം ഈ വ്യക്തിക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് മൂന്നാമത്തെ കാർക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് കൂടുതലും പലപ്പോഴും ഈ ഒരു വ്യക്തി ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾക്ക് തരാത്ത സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു മെസ്സേജും ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ അപമാനിച്ചതിനും നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തിയതിനും നിങ്ങളുമായിട്ടിപ്പോൾ കണക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ആൾ ചില സാഹചര്യത്തിൽ നിങ്ങളോട് പറയാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് നിങ്ങളിൽ നിന്ന് പോയതായിരിക്കാം, സൈലൻ്റായിട്ട് മാറി നിന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരുപാട് ചേഞ്ച് വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ വില മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. കാരണം ആൾക്ക് കൂട്ടുകെട്ടിലൊക്കെ പോയൊരവസ്ഥയിലായിരുന്നു ആ വ്യക്തി അങ്ങനെയൊക്കെ ഉണ്ടായതെങ്കിൽ ഇതിൽ തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കണക്ഷനിൽ പെട്ടുപോയപ്പോഴാണ് ആ വ്യക്തിയുടെ സ്വഭാവം ഒരുപാട് മാറിയതെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ട് ഈ വ്യക്തി പുതിയൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി വീണ്ടും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, ആൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളുടെ പൈലുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്